88 വയസ്സ് പ്രായമുള്ള ഒരമ്മ വീടിനുള്ളിൽ ചോരയിൽ കുളിച്ച് കിടക്കുന്നു. മുഖത്തും കഴുത്തിലും ശരീരത്തിലുമൊക്കെയായി 27ഓളം മുറിവുകൾ, അതായത് വെട്ടേറ്റതാണ്. കൂടാതെ മരണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കഴുത്തിലൊരു സാരി മുറുക്കുക കൂടി ചെയ്തിട്ടുണ്ട്. മുറിയിൽ മുളക് പൊടി വിതറുകയും ചെയ്തു. ശരീരത്തിലുണ്ടായത്, അതായത് കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണമാലകളും വളകളും എല്ലാം അപ്രത്യക്ഷമാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കൊലയാളി ആരാണ് എന്ന് പറയാൻ ഒരു സാക്ഷി പോലും ഇല്ലാത്ത ഒരു കേസ്. CCTV ഇല്ല, വിരലടയാളമില്ല, അല്ലെങ്കിൽ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്താനില്ല. സത്യം പറഞ്ഞാൽ ഒരു തുമ്പ് പോലുമില്ല. ഈ കേസ് ഒരിക്കലും തെളിയില്ല എന്ന് പലരും കരുതിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അവിടെ ഒരു മിറാക്കിൾ സംഭവിക്കുന്നുണ്ട്. ഈ കൊല നടന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തുന്നുണ്ട്. ആ ഫോൺ കോൾ ഇങ്ങനെയായിരുന്നു: സർ, ഇന്നലെ ഒരു സ്ത്രീ സ്വർണ്ണാഭരണം വിൽക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരൊറ്റ ഫോൺ കോളില് ഒരു കൊലയാളിയുടെ ജീവിതം തകരുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇത് വെണ്ടല്ലൂരിലെ കുഞ്ഞുലക്ഷ്മി അമ്മയുടെ കൊലക്കേസാണ്. കേരള പോലീസിന്റെ അന്വേഷണ ചരിത്രത്തിൽ ഇടം നേടിയ കേസ് തന്നെയാണ് ഇത്. അവസാനം വരെ കണ്ടിരുന്നാൽ മാത്രം വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കേസ്. 2013 മാർച്ച് 4-നാണ് ഈ സംഭവം നടക്കുന്നത്. നല്ല ഉച്ച സമയമാണ്. വെണ്ടല്ലൂരിലെ വീട്ടിൽ കുഞ്ഞുലക്ഷ്മി അമ്മ തനിച്ചായിരുന്നു. 88 വയസ്സൊക്കെ ആയി പ്രായം. പക്ഷെ അമ്മയ്ക്ക് ആരോടും യാതൊരു തരത്തിലുമുള്ള പരിഭവങ്ങളോ വഴക്കോ ഒന്നുമില്ല. ആരെങ്കിലും ഇനി വീട്ടിലേക്കൊരു സഹായം ചോദിച്ചു വന്നാലോ വെറും കൈയോടെ ആരെയും മടക്കി അയക്കുകയുമില്ല. പക്ഷെ അതാണ് സത്യത്തിൽ മകളായിട്ടുള്ള സതി ടീച്ചറുടെ ഏക അങ്കലാപ്പും ആവലാതിയും പേടിയുമൊക്കെ. അതുകൊണ്ട് തന്നെ, അതായത് മറ്റൊന്നുമല്ല, അമ്മ ആരെയും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ സതി ടീച്ചർ എന്ത് ചെയ്യും? മുൻവാതിലും ഗേറ്റും ഒക്കെ പൂട്ടി ബന്ദവസാക്കിയിട്ടാണ് പോകാറുള്ളത്. അന്ന് ഉച്ചയ്ക്കും ടീച്ചർ ചെയ്തത് അത് തന്നെയാണ്. വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയ സതി ടീച്ചർ പതിവ് പോലെ അമ്മയെ വിളിക്കുകയാണ്. പക്ഷേ തിരിച്ച് മറുപടിയില്ല. അമ്മയെന്ന് വീണ്ടും വിളിക്കുകയാണ്, മറുപടിയില്ല. അകത്തേക്ക് കയറി ചെന്നു സതി ടീച്ചർ. ആകെ ഒരു അന്താളിപ്പിലാണ് കയറി ചെല്ലുന്നത്. പക്ഷെ ആ കണ്ട കാഴ്ച ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സ്വന്തം അമ്മ. അലറിക്കരഞ്ഞ സതി ടീച്ചറുടെ ശബ്ദം കേട്ട് നാട്ടുകാരൊക്കെയും ഓടിക്കൂടി. വിവരം പോലീസിലും എത്തി. പക്ഷേ സംഭവസ്ഥലം പരിശോധിച്ച പോലീസിന് യാതൊരു തുമ്പും കണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഒരു സാധാരണ കൊലപാതകമായിട്ട് പോലീസിന് പോലും തോന്നിയില്ല. അത്രമേൽ മൃഗീയമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് പോലീസ് പോലും ഇതിനെ കണ്ടത്. പോലീസ് അന്വേഷണം തുടങ്ങി. പക്ഷെ ആദ്യ ദിവസം തന്നെ ആ വലിയ തിരിച്ചടി എത്തി. പോലീസ് നായക്ക് ഒരു തുമ്പ് പോലും കിട്ടിയില്ല. അയൽവാസികൾ ഒന്നും കണ്ടിട്ടില്ല. ആരും സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിലുമില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പിടികിട്ടി: കൊലയാളിക്ക് കുഞ്ഞുലക്ഷ്മി അമ്മയെ നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ കുഞ്ഞുലക്ഷ്മി അമ്മയ്ക്ക് കൊലയാളിയെ അറിയാം. കാരണം അപരിചിതനായ ഒരാളെ കണ്ട് അവർ ഭയപ്പെടുമായിരുന്നു. അതുകൊണ്ട് അന്വേഷണം കുടുംബത്തിലേക്കും ബന്ധുക്കളിലേക്കും വരെ നീണ്ടു. പക്ഷെ എല്ലാവരും നിരപരാധികളാണ്. അങ്ങനെ കേസ് ആകെ ഇരുട്ടിൽ തപ്പി നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോഴാണ് വളാഞ്ചേരിയിലെ ഒരു ജ്വല്ലറിയിൽ നിന്ന് ആ ഫോൺ കോൾ വരുന്നത്. സർ, ഒരു സ്ത്രീ സ്വർണം വിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പോലീസിന് എവിടെയോ എന്തോ സംതിങ് സ്മെൽസ്. ആ ഒരു അവസ്ഥയിലായി. അവർ ഓടിയെത്തി. പക്ഷെ വീണ്ടും നിരാശയായി. CCTV ആണെങ്കിൽ 1 മാസമായിട്ട് അവിടുത്തെ തകരാറിലായിരുന്നു എന്നാണ് പറയുന്നത്. അവശേഷിച്ചതോ ഒരു വിവരം മാത്രമാണ്. സ്ത്രീ പറഞ്ഞ പേര് സരോജിനി എന്നാണ് പേര് പറഞ്ഞത്. സ്ഥലം പറഞ്ഞത് പൈങ്കണ്ണൂരായിരുന്നു. കൂടാതെ ഒരു തുമ്പ് കൂടി കിട്ടി. മഞ്ഞ സാരി ആയിരുന്നു വേഷം, അത്ര മാത്രം. ഒന്ന് ആലോചിച്ചു നോക്കണം പോലീസ് പെട്ടുപോകുന്ന ഒരു വഴി.
എന്തായാലും ആ പേരും പിടിച്ച് പോലീസ് പൈങ്കണ്ണൂരിലേക്ക് പായുകയാണ്. സരോജിനിമാരെ അന്വേഷിച്ചു, വീടാന്തരം ഇങ്ങനെ കയറി ഇറങ്ങി, ദിവസങ്ങൾ കടന്നു. പക്ഷേ സരോജിനിയെ മാത്രം പോലീസിനെ കണ്ടെത്താനായില്ല. അന്വേഷണം അങ്ങനെ വീണ്ടും വഴിമുട്ടി. അപ്പോ പോലീസിന് ഒരു കാര്യം തോന്നി. ആ പഴയ ചോദ്യം ചെയ്യൽ വീഡിയോകൾ ഉണ്ടല്ലോ, ആ ചോദ്യം ചെയ്യൽ വീഡിയോകൾ വീണ്ടും കാണാനായിട്ട് തീരുമാനിക്കുകയാണ്. ഓരോരുത്തരുടെയും മുഖം വളരെ സൂക്ഷ്മമായിട്ട് പോലീസ് പരിശോധിച്ചു. പെട്ടെന്നാണ് ഒരാളെ കണ്ടപ്പോൾ സ്വർണം വിൽക്കാൻ വന്ന സ്ത്രീയെ കണ്ട ജ്വല്ലറി ഉടമയും കുഞ്ഞിപ്പയും ഒരുമിച്ച് വിളിച്ചു പറഞ്ഞത്, സർ, ഇതാണ് ആ സ്ത്രീ. കാരണം ആ മുഖം അവർക്ക് പരിചിതമായിരുന്നു എന്നുള്ളതാണ്. കുഞ്ഞുലക്ഷ്മി അമ്മയുടെ ബന്ധുവീട്ടിൽ ജോലിക്ക് വന്നിരുന്ന ശാന്തകുമാരിയായിരുന്നു അത്. അന്വേഷണത്തിന്റെ തുടക്കം മുതൽ പോലീസിന്റെ മുന്നിൽ നിന്ന ആ സ്ത്രീയുടെ അഭിനയം അത്രയും മികച്ചതായിരുന്നു എന്ന് വേണം പറയാൻ. ശാന്തകുമാരിയെ വീണ്ടും വിളിപ്പിച്ചു. ആദ്യം ചോദ്യം ചെയ്ത പോലീസുകാർ ചോദിച്ചു, എന്തിനാണ് കുഞ്ഞുലക്ഷ്മി അമ്മയെ നിങ്ങൾ ഇല്ലാതെയാക്കിയത്? അവർ അഭിനയിച്ചു, നിഷേധിച്ചു, കരഞ്ഞു. പക്ഷെ തെളിവുകൾ ഓരോന്നായിട്ട് മുന്നിൽ വന്നു. ഒടുവിൽ അവർ തകർന്ന് തരിപ്പണമായി പോലീസിന് മുമ്പിൽ. അങ്ങനെ സത്യം പുറത്തു വന്നു. സ്വർണത്തിന് വേണ്ടിയായിരുന്നു ഈ വകവരുത്തൽ എന്നായിരുന്നു. അന്ന് അവർ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് രാവിലെ തന്നെ വീട്ടിലെത്തിയത്. അടുക്കള വഴി അവർ അകത്ത് കയറി. വീട്ടിലുണ്ടായിരുന്ന വെട്ടുകത്തി എടുത്തു. ഒന്നല്ല രണ്ടല്ല, 27 വെട്ടുകൾ. എന്നിട്ടും മരണം ഉറപ്പില്ല എന്ന് തോന്നിയപ്പോൾ സാരി കഴുത്തിൽ മുറുക്കി. ശേഷം ആഭരണങ്ങളും എടുത്തുകൊണ്ട് കടന്നു കളഞ്ഞു. വഴിയിൽ തന്നെ സ്വർണം വിറ്റു, കടങ്ങൾ വീട്ടി, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി ബാക്കി പണം തലയിണയ്ക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചു. തലയിണയ്ക്കടിയിലല്ല, തലയിണയ്ക്ക് ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുകയാണ് അവർ ചെയ്തത്. അടുത്ത ദിവസം ഒന്നും അറിയാത്തവളെ പോലെ ശാന്തകുമാരി മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തു. കരഞ്ഞു, അനുശോചിച്ചു, ജോലിക്കും പോയി. പക്ഷെ ഒരു കാര്യം അവർ മറന്നു. കുറ്റവാളി എത്ര ബുദ്ധിമാനായാലും ഒരു ചെറിയ തെറ്റൊക്കെ പലപ്പോഴും ബാക്കി വയ്ക്കും. ഇവിടെ ആ തെറ്റ് ഒരു ഫോൺ കോൾ ആയിരുന്നു. കൊലയാളിയുടെ മുഖം തുറന്നു കാണിച്ചു. അങ്ങനെ കേരള പോലീസിനെ വെല്ലുവിളിച്ച ഒരു കേസ് 6 ദിവസത്തിനുള്ളിൽ തെളിയുകയാണ്. പിന്നീട് ഒരു കാര്യം ഉറപ്പാണ്, സത്യം ചിലപ്പോൾ എത്താൻ വൈകാം, പക്ഷേ മറഞ്ഞിരിക്കില്ല.